എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. വിശേഷം ഇടാൻ വൈകിയത് ഒരു യാത്രയിലായിരുന്നു കേട്ടോ. അപ്പൊ മറക്കാതെ വൈകുന്നേരം മുതൽ ഞാൻ വീഡിയോ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യട്ടോ. എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹോസ്പിറ്റലിലാണെങ്കിൽ സോണി ആ പാട് സങ്കടപ്പെട്ട് ഇരിക്കുമായിരുന്നു. ഈ സമയത്താണ് ആൽബിക്ക് ബോധം വീണതും സോണിയോട് വന്ന് നേഴ്സ് പറഞ്ഞു, ദേ കണ്ണ് തുറന്നിട്ടുണ്ട്, പോയി കണ്ടോളാൻ പറയണം. അങ്ങനെ ആൽബിയുടെ അടുത്തേക്ക് സോണി കയറി ചെല്ലുവാണ്. സോണിക്ക് ആ കാഴ്ച അവിടെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ല. തലയിലെല്ലാം ബാൻഡേഡുമായിട്ട് കിടക്കുന്ന ആൽബിനെ കണ്ടു കഴിഞ്ഞപ്പം സോണിയുടെ കരച്ചിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ സോണി കരയണേ? കരയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. എന്നാൽ ഈ അവസ്ഥയില് എന്ത് കുഴപ്പമുണ്ടെന്നാ? തലയ്ക്കൊരു പരിക്ക് പറ്റി, കുറെ ബ്ലഡ് വാർന്നുപോയി, അതുകൊണ്ടുള്ള പ്രശ്നം. അത്ര കാര്യാക്കേണ്ട ആവശ്യമില്ല, നീ സങ്കടപ്പെടണ്ടെന്ന് പറയാം. അച്ഛനും അമ്മയും വീട് അറിഞ്ഞെന്ന് ചോദിക്കണം. അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന ആൽബിയേട്ടാ, ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്റെ അച്ഛനും അമ്മേനെ പോലെ അല്ല വിവരം അറിയിച്ചത്. കിരണേട്ട ഞാൻ കല്യാണിനെ വിവരം അറിയിച്ചേ, അവരിപ്പൊ തന്നെ എത്തുമായിരിക്കും എന്ന് പറയാം. പക്ഷേങ്കില് എനിക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത് എങ്ങോട്ട് ഓടണം, എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് സോണി ഇങ്ങനെ ആൽബിയോട് പറഞ്ഞോണ്ടിരിക്കുക. ആൽബിക്ക് ഇതെല്ലാം കണ്ടപ്പോ സങ്കടമായിപ്പോയി. ആൽബി പറഞ്ഞു, ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നമ്മളിങ്ങനെ പ്രതീക്ഷയൊക്കെ അല്ലേ. അല്ലെങ്കിലും ഒത്തിരി നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും നമുക്ക് തിരിച്ചടികളൊക്കെ കിട്ടും. എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമായിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഇടയ്ക്ക് ഇച്ചിരി സങ്കടമൊക്കെ വേണ്ടേ? അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. സോണിക്ക് എന്തോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരാണെങ്കിലും ചെയ്തത് അത്ര വലിയ ദുഷ്ടന്മാരാ. മോഷണ ശ്രമമാണെന്ന് തോന്നുന്നേ. വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി കാണിക്കും, സ്വർണ്ണമൊക്കെ. ആൽബി അടിച്ച് കൊണ്ടുപോട്ടെ എന്ന് പറയണ. സോണി ശരിയാ, എന്തുകൊണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ ആൽബേണ്ണ തിരിച്ചു കിട്ടിയില്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണും കല്യാണിയും അങ്ങോട്ട് വരുന്നത്. കല്യാണി ഓടി അങ്ങ് ചെല്ലുമ്പോഴത്തേനും സോണി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് കിരണിനെ കണ്ടപ്പോൾ രണ്ട് കണ്ണും നിറഞ്ഞു വീഴുകയാണ് സോണിയുടെ. അപ്പൊ ചേർത്തിരുത്തിയിട്ട് കിരൺ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നേ? ഒന്നും സംഭവിച്ചില്ലെന്ന് പറയണം. കല്യാണി വെച്ചിട്ട് എന്താ സോണി ശരിക്കും സംഭവിച്ചേ? സോണി പറഞ്ഞ മോഷണ ശ്രമമാണെന്നാ തോന്നുന്നേ. കാരണം തലയ്ക്കടി ഏറ്റിട്ട് ഇപ്പൊ സമയത്ത് തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ കഥ ഒന്നും പൂട്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നേ. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചു പോലും ഇല്ലെന്ന് പറയാം. കിരൺ പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, കൊണ്ടോണ്ട എന്താന്ന് വെച്ചാൽ കൊണ്ടോക്കട്ടെ, അതൊന്നും ഒരു പ്രശ്നമില്ല, ജീവനാണ് നമുക്ക് പ്രധാനം എന്ന് പറയാം. ആലി പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ സോണിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവൾക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആകെപ്പാടെ പെട്ടുപോയന. എന്നാലും ഇത് ആര് ചെയ്താലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് കല്യാണിയും കിരണും പറയാണ്. കല്യാണി കിരണ അത്രമാത്രം വിഷമമുണ്ടായിരുന്നു ആൽബിയുടെ കിടപ്പ്. കാരണം ആൽബിക്ക് ഇടയ്ക്കൊക്കെ നല്ല പെയിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സോണി പറയുന്നുണ്ട്, സംസാരിക്കണ്ട, അനങ്ങാതെ കടന്നു, ഇനി പെയിൻ ഉണ്ടെങ്കിൽ കൂടുവല്ലേ ഉള്ളൂ. അപ്പൊ അവരങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അങ്ങനെ പാതിരാത്രിയായ സമയത്താണെന്ന് വിക്രം വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ വിക്രത്തിന്റെ ആ വരവ് കണ്ടപ്പോ തന്നെ ശരണിക്ക് ഒരു ഡൗട്ട് അടിച്ചായിരുന്നു. എന്താ പോലും എവിടെ എന്തോ ഒരു കുതന്ത്രം ഒപ്പിച്ചിട്ട് വരുന്ന വരവാണല്ലോ, അല്ല ഇത്ര രാത്രി ആവേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിൽ കരുതുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ ശരണ്യനെ കാണാനായിട്ട് കല്യാണി ചെല്ലുന്നുണ്ട്. ശരണ്യനെ കണ്ടു കഴിഞ്ഞപ്പോ കല്യാണി ആൽബിയുടെ കാര്യങ്ങളെല്ലാം പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശരണി പറഞ്ഞു, കല്യാണി എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാം. അല്ല എന്താ ശരണ്യ സംശയം? ഇത് അവനാണെന്ന് ആ വിക്രമാണെന്ന് അങ്ങനെ തോന്നാൻ കാരണം ഇന്നലെ അവന് പാതിരാത്രിയായ സമയത്ത് വീട്ടിലേക്ക് കയറി വന്നേ. ഞാൻ ആലോചിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ മനോജേണനുണ്ടായി ഇതേ സെയിം അവസ്ഥ തന്നെയല്ലേ. മോഷണ ശ്രമത്തിനിടയ്ക്ക് അവൻ തലക്കടിച്ചിട്ട് പോവല്ലേ ചെയ്തേ. അപ്പൊ അതേ ഒരു രീതി തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നേ. അപ്പൊ അവനാകാനാണ് വഴി, അവനും അവന്റെ ഗുണ്ടകളും ആവാനാ വഴി എന്ന് പറയാ. കല്യാണി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല, അവന്റെ കൂട്ടാളികളെ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരണ്യ പറഞ്ഞു, ഇനി അവൻ പുറലോകം കാണത്തില്ല എന്ന് പറയാ. കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെതിരെയുള്ള എല്ലാ തെളിവുകളുമായിട്ട് ഞാൻ കോടതിയിലേക്ക് വരും, ഇനി ഒരിക്കലും അവൻ പുറലോകം കാണരുത്, അവൻ ചെയ്ത ക്രൂരതകൾക്ക് അവൻ അനുഭവിക്കണം എന്ന് പറയാം. ശരണ്യ ചിപ്പ എങ്ങനെയുണ്ട്, എന്നിട്ട് ആൽബിയേട്ടൻ എങ്ങനെയുണ്ടെന്ന് നിൽക്കുക? കുഴപ്പമൊന്നുമില്ല, അപകടം നല്ല തരണം ചെയ്തിട്ടുണ്ട്, കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്താക്കാൻ പറ്റിയതുകൊണ്ടാ രക്ഷപ്പെട്ടെന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന പ്രകാശനും വിക്രമും ഭാനുമതിയമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വിക്രം പറഞ്ഞു, അതെ നമുക്കിനി ഇവിടെ നിൽക്കേണ്ട അച്ഛാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് മാറണം എന്ന് പറയാം. എടാ വീട് മാറണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊക്കെയാണോ? എത്ര രൂപ വാടക കൊടുത്താലെന്ന് ചോദിക്കണം. വാടക അതിനെക്കുറിച്ചൊന്നും അച്ഛൻ അറിയേണ്ടെന്ന് പറയണം. അറിയേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? പൈസക്ക് പൈസ തന്നെ വേണ്ടേന്ന് ചോദിക്കണം. അത് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറയാ. നീ ഉണ്ടാക്കാനോ? നീ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? നല്ല കഥയായി പോയെന്ന് പറയണ. നീ വല്ല മോഷണം വീണ്ടും തുടങ്ങിയോ? അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റി വെച്ചേക്കാൻ പറയാണ്. എന്റെ പൊന്നച്ഛ, അച്ഛനൊന്നും അറിയേണ്ടെന്ന് പറയണ. എടാ അറിയാതിരിക്കാൻ പറ്റുമോ? ഒരു തവണ നീ ജയിലിൽ കയറിയതിന്റെ അവസ്ഥ എനിക്കറിയാം. നിന്നെ ഇറക്കിക്കൊണ്ടു വരാൻ പെട്ട പാട്.
അതിന്റെ ശിക്ഷ എപ്പോഴും നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ തലയിൽ എടുത്ത് കയറിയിട്ടുണ്ടല്ലോ നിന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച അവള്. എന്നിട്ട് ഇപ്പോഴും നിന്റെ ജീവിതം എന്തായി തീർന്നു ചോദിക്കണം. ഭാനുമതി അമ്മ പറഞ്ഞു ശരിയാണ്, അവള് കാരണം ഇപ്പൊ നിന്റെ ജീവിതം നശിച്ചു പോയില്ലടാ, ഇനി നീ വീണ്ടും അങ്ങനത്തെ ഒരു പണി ചെയ്യണോന്ന് ചോദിക്കാം. അച്ഛനോ മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിനി അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അവളെ ഇനി ഞാൻ ഇല്ലാതാക്കും, അവളെ എങ്ങനെ കൊല്ലണം എന്ന് എനിക്കറിയാന്ന് പറയണം. പ്രകാശം പറഞ്ഞു നീ എന്ത് പരിപാടിയായി കാണിക്കുന്ന ചോദിക്കണം. ഭാനുമതി അമ്മ പറഞ്ഞു എടാ അവള് കരോട്ടയാടാ, നീ അവളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ തോറ്റു പോകത്തുള്ളൂ, നിന്നെ അവള് തൂക്കിയെടുത്ത് എറിയുമെന്ന് പറയണം. പഴയ പോലെ നിന്റെ അച്ഛന് ആരോഗ്യമൊന്നുമില്ല, അസുഖക്കാരനാണെന്നറിയാലോ, അതുകൊണ്ട് നോക്കിയും കണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തട്ടിയും മുട്ടി അങ്ങോട്ട് മുന്നോട്ട് പോവാം, അല്ല നമ്മുടെ കഥ അവള് കഴിക്കുമെന്ന് പറയണം. അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട, അവൾക്ക് ഞാനേ ഉറക്കഗുളിയാളും കലകി കൊടുത്ത് മയക്കി കിടത്തിയിട്ടാണ് ഇല്ലാതാക്കുമെന്ന് പറയണം. പ്രകാശം പറഞ്ഞു ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറയണം. നടക്കോ ഇല്ലയോന്ന് അച്ഛൻ കണ്ടോ? അവളുണ്ടല്ലോ പിന്നീട് ആ കല്യാണി, അവളെ ഞാൻ ഇല്ലാതാക്കുക, അവളെ എനിക്കിട്ടി പാരമണിയെന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്ന കല്യാണി പോകുന്ന സമയത്ത് വിക്രത്തിനെ വഴി വെച്ച് കാണുവാണ്. വിക്രത്തിനെ കണ്ട ഉടനെ കല്യാണി കാർ നിർത്തുവാണ്. വിക്രത്തിന്റെ അടുത്തേക്ക് നിന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയാം. നീ എന്തിനാ എന്നോട് സംസാരിക്കാൻ പറ്റുന്നേ? എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് പറയാം. സംസാരിക്കാനില്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ. നീയല്ലേ ഇന്നലെ സോണിയുടെ വീട്ടിൽ കയറിയെന്ന് ചോദിക്കണം. സോണിയുടെ വീട്ടിൽ എന്തിന്? കള്ളത്തരം പറയല്ലോ കേട്ടോ വിക്രം. സോണിന്റെ വീട്ടിൽ കയറുക മാത്രമല്ല, ആൽബർട്ട് തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു, അവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നുകൊണ്ട് പോയില്ലേന്ന് ചോദിക്കണം. ഓ അങ്ങനെയൊക്കെ സംഭവിച്ചോ? ആ നല്ല കാര്യപ്പേ. അതെ, ഞാൻ ചെയ്യേണ്ട വേറെ ഏതോ ആമ്പിള്ളേര് ചെയ്തു, അത് നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ അവൾക്ക് ഇതൊക്കെ തന്നെ കിട്ടണം, എന്തൊരു അഹങ്കാരമായിരുന്നു. ഹണിമൂൺ ട്രിപ്പ് ആഘോഷിച്ചോണ്ടിരിക്കല്ലേ, ആ സമയത്ത് തന്നെ കിട്ടിയത് നന്നായി. ഇനിയിപ്പോ വേറെ ആരും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആ ചതി ചെയ്തതെന്ന് പറയാം. ഇത് കേട്ടൊന്നും കല്യാണിക്കൊന്നും സഹിച്ചില്ല. കല്യാണി അവന്റെ കാരണം തീർത്ത് പെരുക്കുവാണ്. തലങ്ങും വിലങ്ങും അടിച്ചു. എടാ നിനക്ക് നാണമില്ലേടാ നിനക്ക്? ഇത്ര അതിനെ ദ്രോഹിച്ചും പോലെ വീണ്ടും ചെയ്തിരിക്കുന്നു. നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലേ വിക്രം, നീ ചെവിയെ നുള്ളിക്കോ. ഇനി നീ പോകാൻ പോകുന്ന ജയിലിലേക്കായിരിക്കും, നിന്നെ ആർക്കും ഇറക്കാൻ പറ്റില്ല. ഈ കല്യാണി നിന്നെ പൂട്ടിയിരിക്കുന്നു വെല്ലുവിളിച്ചിട്ട് കല്യാണി കയറി പോവാണ്. പിന്നീട് വിക്രം നേരെ വീട്ടിലേക്ക് എല്ലുക. വീട്ടിലേക്ക് എന്നുമ്പോഴത്തേനും പ്രകാശ് ചോദിച്ചു ഇതെന്താ പറ്റിയുടെ കവളത്ത് കവളെല്ലാം വീങ്ങിയിട്ട് നിന്നെ ആരും അടിച്ചോന്ന് ചോദിക്കുകയാണ്. ഭാനുമതിയമ്മ ഓടി വന്നു. പെട്ടെന്ന് വിക്രമൻ അവൾ എന്നെ തല്ലിന്ന് ചോദിച്ചു. ആരാ തല്ലിയത്? ആ കല്യാണി. കല്യാണി തല്ലി? എന്തിനു തല്ലി? അവളെന്നെ വഴിക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ആൽബീനെ ആരോ തലക്കടിച്ച് വീഴ്ത്തിന്ന്, അതിപ്പോ ഞാനാണ് പോലും, എന്നിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തോണ്ട് പോയത്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ മോനെന്ന് ചോദിക്കണം. എടാ ഇനി എങ്ങനെയോ ആണെന്ന് ചോദിക്കണം. പോവാച്ച അവിടുന്ന്, എനിക്ക് അതല്ലേ ജോലിന്ന് ചോദിക്കണം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാണ്. മോനെ ചതിക്കല്ലോ കേട്ടോടാ, നീ നല്ല രീതിയിൽ എങ്ങനെയും പൈസ ഉണ്ടാക്കി ഞങ്ങളെ വാടക എടുത്ത് താമസിപ്പിച്ചു. പക്ഷെ വേണ്ടാത്ത രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പോവരുത്, അറിയാലോ. അവിടെ കിടന്നു പൊറുക്കാനുള്ള യോഗം ഉണ്ടാവില്ല. ഇത് ഒരു അനുഭവം ഉള്ളതുകൊണ്ടാ പറഞ്ഞതെന്ന് പറയണം. അപ്പൊ അനുമതി മുത്തശ്ശി അത് ശരി തന്നെ പറയുവാണ്. പ്രകാശം പറഞ്ഞു എന്റെ മോനെ അവളെ തല്ലെങ്കിൽ അവൾക്കിട്ടുള്ള തിരിച്ചടി ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്റെ മോനോടാ കളിച്ചേക്കുന്നത്. ഈ പ്രകാശൻ ആരാ ശരിക്കും അവനെ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാണ് അവള്. ഈ സമയത്താണ് പ്രകാശിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. നോക്കിയപ്പം ശാരിയെ വിളിക്കുന്നത്. ഇതാ രാഹുലിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കോൾ എടുക്കുക. ആ ശരി ശരി, അന്ന് ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വരാന്ന് പറയാണ്. എന്താ കുഴപ്പം? ആ രാഹുലിന്റെ ഭാര്യയെ വിളിച്ചത്. അവൾക്കും മോൾക്കും എന്നെ ഒന്ന് കാണണം, ഒരു കാര്യം ചെയ്യാം, നീയും കൂടെ വരാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിയുമ്പോ വിക്രത്തിന്റെ കവള് കണ്ടപ്പിച്ചു. ഇതെന്താ, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. പിന്നീട് കല്യാണി തല്ലിയ കാര്യമൊക്കെ പറയാം. എന്റെ പൊന്നോ, അവളുടെ കൈക്ക് എന്തൊരു ഊരാന്നറിയാവോ, കഴിഞ്ഞിടയ്ക്ക് എനിക്കിട്ടൊന്ന് കിട്ടിയതല്ലേ എന്ന് പെട്ടെന്ന് തന്നെ സരിയു ചാടിക്കേറി പറയാം. നല്ല വേദനയായിരിക്കും എന്ന് പറയാണ്. വിക്രത്തിന് അത് മനസ്സിലായി. പ്രകാശം പറഞ്ഞു അവളൻ എന്റെ മോടെ നേരെ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ആ കൈ പൊക്കില്ല. എന്ത് ചെയ്യണം നീ പ്രകാശൻ അറിയാന്ന് പറയാ. ഇത് കേട്ട് ശാരി പറഞ്ഞു നിങ്ങൾ കൊണ്ടൊരു കേസ് കൊടുക്കണം. അതെ ഇപ്പോഴാണെങ്കിൽ തെളിവുകളൊക്കെ ഉണ്ട്, മുഖത്ത് നല്ല അടിയേറ്റേണ്ട പാടുണ്ടല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് വിക്രം പറഞ്ഞു ശരിയാ, കേസ് കൊടുക്കണമെങ്കിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കത്തില്ല. അതെന്താ നടക്കത്തില്ലാത്ത? അതിന് കുറെ പൈസ ആവില്ലേ, ഞങ്ങളുടെ അതിന് മാത്രം പൈസയൊന്നും ഇല്ലോ എന്ന് പറയാണ്. അതാണോ? അതിന്റെ കാര്യം എടുത്ത് ഒന്നും വിഷമിക്കണ്ട, പൈസയൊക്കെ ഞങ്ങൾ തന്നോളാം. പിന്നെ തെളിവുകളുണ്ടല്ലോ എന്ന് പറയണം. തെളിവുകൾ ഇത് മാത്രമല്ല, കുറെ സാക്ഷികളും ഉണ്ടായിരുന്നു അവളെന്നെ തല്ലിയ സമയത്ത്. അവർ ഞാൻ ചോദിക്കുകയും ചെയ്താ, ഞാനിപ്പോ പറയുകയും ചെയ്തു അവളൊരു ലേഡി ഗുണ്ടയാന്ന് പറയുകയും ചെയ്തെന്ന് പറയാണ്. അപ്പൊ അവര് കണ്ട ആൾക്കാർ ആരുടെ സാക്ഷിമൊഴി പറയാൻ വന്നോളും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെയാണ് കേസ് കൊടുക്കാന്ന് പറയണം. അപ്പൊ അങ്ങനെ അവര് കല്യാണിയൊക്കെ പൂട്ടാനായിട്ട് പുതിയ തന്ത്രങ്ങളും മെനഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.